രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായിട്ടുള്ള റെസ്ലിംഗ് താരങ്ങളാണ്. ഉണ്ണിന്റെ ബലാംഗ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് സ്വന്തം തലച്ചോറുകൊണ്ട് ചിന്തിച്ച് യുക്തിപൂർവ്വം പറയാനുള്ള കാര്യങ്ങൾ പറയാന്നുള്ളതാണ് ചെയ്യുക. സംഘികളെ സംബന്ധിച്ചിടത്തോളം തലയിൽ തലച്ചോറിന് പകരം ചാണകം നിറച്ചുകൊണ്ട് തലച്ചോറ് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് കാലിന്റെ ഇടയിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും ആ അഭിപ്രായം വരിക നേരെ കാലിന്റെ ഇടയിലാണ്. അതുകൊണ്ടാണ് ഇവരെ ബാൽസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ആ പേര് ഇവർക്ക് നന്നായിട്ട് ചേരുന്ന ഈ സംഖ്യകൾ പല ഘട്ടങ്ങളിലായിട്ട് തെളിയിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ദീപകിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അജയ് ഉണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘി സോഷ്യൽ മീഡിയയിൽ നടത്തിയിട്ടുള്ള പ്രതികരണം അത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. നമ്മളെ ഉണ്ണി വെറൊരു ചാണക സംഖ്യയല്ല. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ മത്സരിച്ച ഉന്നതകുല ഉണ്ണിയാണ് കേട്ടോ. എന്തായാലും ഉണ്ണി ഇലക്ഷനിൽ ജയിക്കാഞ്ഞത് നന്നായി. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ണി അവിടെ പൊതുപ്രവർത്തനത്തിന് പകരം സംഘപ്രവർത്തനം നടത്തുന്ന കാരണം ആ നാട്ടിലുള്ള സ്ത്രീകളൊക്കെ വല്ലാണ്ട് കഷ്ടപ്പെടുകയായിരുന്നു. പ്രധാന മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു അഭിപ്രായ പ്രകടനം വലിയ ചർച്ചയായതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണി ഇന്നലെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ സഹായം ഒരു മനുഷ്യന് ചെയ്താലും അല്ലെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ നാടിന് വേണ്ടി ചെയ്താലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വളച്ചൊടിച്ച് പറയുന്ന മാധ്യമങ്ങൾ കുഴപ്പമില്ല, നമുക്കിതൊന്നും പരാതിയില്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാരുണ്ട്. പക്ഷെ ഇതുപോലുള്ള നന്മ നിറഞ്ഞ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള വാക്കുകൾ ഉണ്ണിനെ പോലുള്ള ബലാത്സംഗ പ്രവർത്തകരിൽ നിന്ന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. എന്തായാലും ഉണ്ണിനെ കണ്ടാൽ തന്നെ അറിയാം ഊരയിലെ പഞ്ഞം. എനിക്ക് യാതൊരു പരാതിയുമില്ല. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് ഇന്നും ഞാൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ വീഡിയോ ശ്രദ്ധിച്ച് അത് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലായിരിക്കും. അപ്പൊ ആ ഒരു വീഡിയോയിൽ ഇനി എന്താ പറയണെന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ടൊന്ന് കേട്ടോക്കാം. ഇപ്പോൾ നിലവിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പെണ്ണുങ്ങളെ ലേഡീസ് എല്ലാം അതിജീവിതയാവും, അല്ലാത്ത നമ്മുടെ ആണുങ്ങൾ പുരുഷന്മാരെല്ലാം അപരാധി പോലും ആകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് ഒരു മാറ്റം വരണം. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം വരണം എന്നൊക്കെയാണ് ഉണ്ണി പറയുന്നത്. അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. എന്തായാലും കേരളത്തിൽ മാറ്റം വന്നിട്ടില്ല എന്നുള്ളൂ. ബലാംഗ പ്രവർത്തകർ ഭരിക്കുന്ന യുപിയിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ണി പറഞ്ഞ ആ മാറ്റം എന്താണെന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ ഒരു പഴന്തുണിക്കെട്ട് പോലെ റോഡിലിട്ട് വലിച്ചഴിക്കുന്നത് ബസ്സിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുള്ള പീറ പെണ്ണുങ്ങളൊന്നുമല്ല. നല്ല എണ്ണം പറഞ്ഞ രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായിട്ടുള്ള റെസ്ലിംഗ് താരങ്ങളാണ്. ഉണ്ണിന്റെ ബലാംഗ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് ബ്രിജ്ഭൂഷൺ സിംഗ് 6 പ്രാവശ്യം BJP ടിക്കറ്റിൽ MP ആയിട്ട് മത്സരിച്ച് ജയിച്ച BJPന്റെ അനിഷേധ നേതാവാണ്. മൂപ്പര് ചെറുതായിട്ട് ഈ പെൺകുട്ടികളൊന്നും പിടിച്ചു. സംഘപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗം പീഡനമൊക്കെ അവരെ മൗലികാവകാശത്ത് പെട്ടതായതുകൊണ്ട് തന്നെ ഗുസ്തി താരങ്ങൾ കൊടുത്ത പീഡന കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അവർ തെരുവിലിറങ്ങി സമരം ചെയ്ത സമയത്ത് റോഡിലൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും ബ്രിജ്ഭൂഷൺ ചെയ്ത ആ ഒരു ധീരകൃത്യം, സംഘത്തിന്റെ അഭിമാനവും അന്തസത്തയും കാത്തുസൂക്ഷിച്ച ആ ഒരു ധീര പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് സംഘപ്രവർത്തകർ ബ്രിജ്ഭൂഷണ് വലിയ സ്വീകരണം നൽകുകയും ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മറ്റൊരു കാഴ്ച കൂടിയാണ് ഈ കാണുന്നത്. ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ആയതിനു ശേഷം ഈ പറഞ്ഞ ബ്രിജ്ഭൂഷണെതിരെ FIR ഒക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ സംഘപ്രവർത്തകരെ വികാരം മാനിച്ചുകൊണ്ട് എന്ത് ചെയ്തു, കോടതി ബ്രിജ്ഭൂഷണെ വെറുതെ വിടുകയും ചെയ്തു. ഭരണവീരനായിട്ടുള്ള ലാൽസംഘ പാർട്ടിയുടെ നേതാവ് ബ്രിജ്ഭൂഷണ് സ്വീകരണം നൽകിയിട്ടുള്ള ലാൽസംഘ പാർട്ടിക്കാര് കൊടുത്ത മറ്റൊരു സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്തിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ധീര ദേശാഭിമാനികളോ യുദ്ധത്തിൽ പങ്കെടുത്ത് വന്നിട്ടുള്ള ധീര സൈനികരൊന്നുമല്ല. 2002 ഗുജറാത്ത് കലാപത്തില് ബിൽക്കീസ് ബാനുവിനെ കൂട്ടപ്രസംഗത്തിനിരയാക്കിയ കുറ്റത്തിന് കോടതി 14 വർഷത്തേക്ക് ശിക്ഷിച്ചിട്ട് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള സംഘികൾക്ക് ഗുജറാത്തിലെ VHP ഓഫീസിൽ നൽകിയിട്ടുള്ള സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മക്കള് പ്രായം പോലും ഇല്ലാത്ത നിരവധി വിദ്യാർത്ഥിനികളെ പ്രത്തിനിരയാക്കിയിട്ടുള്ള BJPയുടെ ടിക്കറ്റിൽ നിരവധി തവണ ജയിച്ച് MP ആയിട്ടുള്ള സ്വാമി ചിന്മയാനന്ദിനെ ഒരു നിയമ വിദ്യാർത്ഥിനി നൽകിയ പീഡന കേസിൽ പരാതി നൽകിയിട്ടുള്ള ഇരയെ പ്രതിയാക്കിയിട്ട് ജയിലിലടക്കുകയും പ്രതിയായിട്ടുള്ള ചിന്മയാനന്ദിനെ കോടതി വെറുതെ വിടുകയും ചെയ്ത സമയത്ത് BJPക്കാരായിട്ടുള്ള ആളുകൾ നൽകിയിട്ടുള്ള വലിയ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കണ്ടതൊക്കെ നോർത്തുന്നുള്ളതാണെന്നുണ്ടെങ്കിൽ 2016 മാധ്യമപ്രവർത്തകരായിട്ടുള്ള സിന്ധു സൂര്യകുമാറിനെതിരെ ബലാത്സംഗ ഭീഷണി മുഴക്കി ജയിലിൽ പോയിട്ടുള്ള സംഘപ്രവർത്തകർ ജാമ്യത്തിലിറങ്ങിയ സമയത്ത് കേരളത്തിലെ ബലാത്സംഗ പ്രവർത്തകർ നൽകിയിട്ടുള്ള സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതുപോലെ നിരവധി സ്വീകരണങ്ങൾ. അതേസമയം രാജ്യത്തുടനീളം പീഡനത്തിനിരയാക്കപ്പെട്ട സ്ത്രീകളെ, അവരുടെ കുടുംബങ്ങളെ എല്ലാം വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന സമയത്ത് പ്രതികളായിട്ടുള്ള ആളുകൾക്ക് സ്ഥാനമാനങ്ങൾ നൽകിയിട്ട് വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളൊക്കെ നൽകിയിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അതിപ്പോൾ കത്വ കേസായി കഴിഞ്ഞാലും, ഉന്നാവോ കേസായി കഴിഞ്ഞാലും, ബൽക്കീസിന്റെ കേസായി കഴിഞ്ഞാലും, അതുപോലെ നിരവധി സംഭവങ്ങൾ നിത്യേന എന്നോണം. ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം പോലും കൂട്ടപ്രസംഗത്തിനിരയായിട്ടുള്ള ഒരു പെൺകുട്ടി
കേസ് കൊടുത്തിട്ട് പരാതി പോലും എടുക്കാൻ തയ്യാറാവാതെ ആ സ്റ്റേഷന് മുന്നിൽ വന്ന് പ്രതിഷേധം നടത്തുന്ന സമയത്ത് അവിടെ നിന്ന് വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. നേരെ ചെന്നിട്ട് ഒന്ന് ബലസംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. ഇതൊന്നും ഒരു നാക്കുപിഴയായിട്ടോ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇന്ത്യയിലെ BJP MP-മാരിലെ തന്നെ ഭൂരിഭാഗം ആളുകളും റേപ്പ് കേസുകളിൽ പ്രതികളാക്കപ്പെട്ട ആളുകളാണെന്നുള്ളതും അത്തരത്തിൽ പ്രതികളാക്കപ്പെട്ട കേസുകളിൽ ഇരകളായ ആളുകളുടെ വീടടക്കം കത്തിക്കുന്ന, അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഈ ഒരു ചാണകപ്പൊട്ടൻ ഒരു പൊതു വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് ബലാത്സംഗം ചെയ്തുകൊണ്ടാണ് എന്ന് പറയുന്ന സമയത്ത് അതൊരു മണ്ടന്റെ ജൽപ്പനമായിട്ടൊന്നും എഴുതി തള്ളാൻ പറ്റില്ല. അപ്പൊ എനിക്ക് കേരളത്തിലുള്ള അമ്മമാരോടായാലും പെങ്ങന്മാരോടായി കഴിഞ്ഞാലും ആങ്ങളമാരോടായാലും അച്ഛന്മാരോടായാലും ഒക്കെ പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ബലംകികളായിട്ടുള്ള ആളുകളെ തീർച്ചയായിട്ടും നമ്മൾ അകറ്റി നിർത്തേണ്ടതാണ്. പെൺമക്കളുള്ള ആളുകളും പെൺകുട്ടികളായിട്ടുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കണമെന്ന് മാത്രം ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് നിർത്താണ്. നന്ദി, നമസ്കാരം.